വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓറിയോ വെച്ചുള്ള സാധനം തന്നെയാണെന്ന്. നമ്മൾ ഓറിയോ വെച്ചിട്ട് പല പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. കേക്ക്, ഷേക്ക്, പേട, അങ്ങനെ പല സംഭവങ്ങളും നമ്മൾ ചെയ്തു നോക്കാറുണ്ട്. ഇപ്പോഴും ഒരുപാട് പരീക്ഷിക്കണമുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഇന്നും ചെയ്യുന്നത്. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ വീഡിയോയിലേക്ക് പോകും. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഓറിയോൻ്റെ 30 രൂപയുടെ പാക്കറ്റാണ് എടുത്തേക്കണത്. ഇത് നമുക്ക് ആവശ്യമുള്ളത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇതൊരു 200 ഗ്രാമിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കാണ്. അമൂലിൻ്റെ ഉണ്ടോ എടുത്തേക്കണത്. ഇനി നമുക്ക് വേണ്ടത് ബട്ടറാണ്. ഒരു 75 ഗ്രാമോളം ബട്ടർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഓറിയോൻ്റെ പാക്കറ്റ് പൊട്ടിച്ചെടുക്കാം. ഈ ഒരു പാക്കറ്റിൻ്റെ ആവശ്യം നമുക്കുള്ളൂ. പിന്നെ നമ്മൾ ഓറിയോ വെച്ചും കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. കണ്ടിട്ടില്ലാത്തവരതൊന്ന് കാണണേ. അപ്പോൾ നമുക്കിതിൻ്റെ ക്രീം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ക്രീമും ബിസ്ക്കറ്റും രണ്ടാക്കി സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് മാത്രമുള്ളത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മളൊരു നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി തുടങ്ങുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചേക്കണ 200 ഗ്രാമിൻ്റെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കണ ക്രീമും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ക്രീമും കൂടി നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് നമുക്ക് കുറുകി കിട്ടണം. ഇനി ഇതിലേക്ക് ബിസ്ക്കറ്റ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. മൊത്തത്തിൽ ചേർത്ത് കൊടുക്കണില്ല, ഒരു 3/4 പോർഷൻ മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് കോട്ട് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. നല്ലോണം യോജിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ വിട്ട് ഇങ്ങനെ കിട്ടുന്ന ഭാഗമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു കണ്ടെയ്നറിൽ ബട്ടർ പേപ്പർ വെച്ചൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇതൊന്ന് മാറ്റിക്കൊടുക്കാം. ജസ്റ്റ് അതൊന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കുക. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ബാക്കിയുള്ള ബിസ്ക്കറ്റിൻ്റെ പൊടി വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഓരോന്ന് എടുത്ത് നല്ലോണം ഒന്ന് ബിസ്ക്കറ്റ് വെച്ചൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, നല്ലോണം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചെയ്തെടുക്കാം. എല്ലാം അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ. കണ്ടൻസ്ഡ് മിൽക്കും ഓറിയോയും ബട്ടറൊക്കെ ചേർന്നിട്ടുള്ളൊരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ.